ഹായ്, ഞാൻ കമറുദ്ദീൻ, ടീം ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റ്, കോ-ഫൗണ്ടർ, ലീഡ് ഫോർ വുമൻ സൊല്യൂഷൻസ്. ഈ ടീം ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് വലിയ ടീമുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ടീമുകൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊരു 50 പേര്, 100 പേര് വലിയ ടീം വേണമെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. പലപ്പോഴും ഈവൺ നമ്മുടെ കമ്പനിയിൽ 2 പേര് മാത്രമേ ഉള്ളൂ, 2 കോ-ഫൗണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ദാറ്റ്സ് എ ടീം. അപ്പം ആ 2 പേരുണ്ടാകുമ്പോൾ പോലും പലപ്പോഴും വിഷൻ അലൈൻമെന്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിസ്ക് അപ്പറ്റൈറ്റ് ഡിഫറെന്റ് ആയിരിക്കാം, ഡിസിഷൻസ് ഡിഫറെന്റ് ആയിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഡിഫറൻസ് ഉണ്ടാവാനും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതേപോലെ തന്നെ ടീമിന്റെ സൈസ് അല്ല, നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടീമിന്റെ നമ്പർ എത്ര ആയിക്കോട്ടെ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞങ്ങൾ നടത്തിയ ഒരു പ്രോഗ്രാമിൽ 6 മെമ്പേഴ്സ് ആയിരുന്നു. 6 പേരുള്ള ഒരു ടീമിന് വേണ്ടിയിട്ടാണ് 2 days റെസിഡൻഷ്യൽ ടീം ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്തത്. ചെറിയ ടീം ആകുമ്പോൾ ഒരു പ്രത്യേകത, അതിന് ആർക്കും ഒളിച്ചോടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഫോക്കസ്ഡ്, കുറച്ച് ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നിങ്ങളുടെ ടീമിന്റെ സൈസിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട. നമുക്ക് ഏത് സൈസ് ആണെങ്കിലും നമുക്ക് ടീം ബിൽഡിംഗ് പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും.